ഹായ് കൂട്ടുകാരെ, ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തെ ലൈവിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒറ്റ വീഡിയോയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാൽ ഇന്നത്തെ ലൈവിൽ നടന്ന ഒട്ടുമിക്ക കാര്യങ്ങളും തന്നെ എന്തൊക്കെയാണെന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എല്ലാവരും ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട്, അതിലൊത്തിരി സന്തോഷമുണ്ട്. ഞാൻ പിന്നെയും പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് കൊണ്ടാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ജയിൽ നോമിനേഷൻ ആയിരുന്നു രാവിലെ നടന്നത്. ജയിൽ നോമിനേഷനിൽ 4 പേരാണ് നോമിനേഷനിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് നടത്താൻ സാധ്യതയുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നോമിനേഷൻ നടന്ന സമയത്ത് ബിഗ് ബോസ് ടാസ്ക് നടത്തുന്ന കാര്യത്തിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 4 പേരായതുകൊണ്ട് തന്നെ ടാസ്ക് നടത്തിയിട്ടായിരിക്കാം ജയിലിലേക്ക് വിടുന്നത്. കാരണം 2 പേർക്ക് പോലും അവിടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമില്ല. കഴിഞ്ഞ വീക്ക് ജിൻഡോയും ജാസ്മിനും പോയിട്ട് അവിടെ കിടന്ന് അടികൂടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാസ്ക് നടത്താനാണ് സാധ്യത. രാവിലെ നോമിനേഷൻ നടന്ന സമയത്ത് ബിഗ് ബോസ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ ഒരു നോമിനേഷൻ സിജോയുടെ പേരായിരുന്നു. അതിലെടുത്ത് പറഞ്ഞൊരു കാര്യം, സിജോ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞിരുന്നു തീപ്പൊരിയല്ല കാട്ടുതീയായിട്ടാണ് വന്നതെന്ന്. അപ്പോൾ സിജോ ഇതുവരെ അവിടെ ഹൗസിലൊരു കാട്ടുതീ പോയിട്ടൊരു തീപ്പൊരി പോലും ഇട്ടിട്ടില്ല എന്നുള്ളൊരു രീതിക്കാണ് അഭിഷേക് സിജോവിനെ നോമിനേറ്റ് ചെയ്തത്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, അഭിഷേകിനെ ഈയിടെയായിട്ട് കാണുന്നേ ഇല്ല. നമ്മൾ ലൈവിലാണെങ്കിലും അധികം കാണുന്നില്ല. വന്ന ആ വീക്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം പറഞ്ഞ് അങ്ങനെ ഒരു ഇതുണ്ടാക്കി അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് വന്നു എന്നല്ലാതെ പിന്നെ അഭിഷേക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ടാസ്കൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് നന്നായിട്ട്, ഫിസിക്കൽ ടാസ്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അഭിഷേക് ഈ അഭിപ്രായം പറയുമ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്ന് കുറച്ച് പേര് ഇരുന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിനും ഗബ്രിയും അടുത്താണ് ഇരിക്കുന്നത്. പിന്നെ രതീഷ്, ജിൻഡോ, സിജോ, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടിയിട്ട് രതീഷിനെ ഓരോന്നൊക്കെ പറയുകയാണ്. ഈ ഗബ്രി പറഞ്ഞു രതീഷിൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രൂരഭാവമാണ് എന്നൊക്കെ ഗബ്രി പറഞ്ഞു. അതുകൂടാതെ തന്നെ എല്ലാവരും രതീഷിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് പോലെ തോന്നി. ജാസ്മിനും ഗബ്രിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു നേതൃത്വം നൽകുന്നത് പോലെയും തോന്നി. പക്ഷേ രതീഷിന് സപ്പോർട്ടായിട്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്നത് ജിൻഡോയും സിജോയും മാത്രമാണ് രതീഷിന് ചെറിയൊരു സപ്പോർട്ട് എന്ന നിലയിൽ അവിടെ അപ്പോൾ സംസാരിച്ചത്. എല്ലാവരും രതീഷിനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും രതീഷിനെ ഒട്ടുമിക്ക ആൾക്കാർക്കും പേടിയാണ്. പ്രത്യേകിച്ച് ജാസ്മിനും ഗബ്രിക്കും നല്ല പേടിയുണ്ട്. എന്താ കാരണം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു ഗസ്റ്റായിട്ടാണല്ലോ രതീഷ് വീണ്ടും വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടസ്റ്റൻ്റായിട്ട് തന്നെ നിർത്തിയാലോ അല്ലെങ്കിൽ അങ്ങനെ ഇനി തുടർന്ന് പോയാലോ എന്ന് പേടിച്ചിട്ടാണോ എന്നും അറിയില്ല. പിന്നെ ഇന്ന് ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും സ്വഭാവം. ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ സ്വഭാവമാണ് കേട്ടോ. കാരണം മറ്റുള്ളവരെ ഒരു ബഹുമാനവും ഇല്ല, എന്നാൽ ഒരു എല്ലാവരും പുച്ഛഭാവത്തോടെ കാണുക. അവർ രണ്ടുപേരും വലിയ എന്തോ ഇതവിടെ ചെയ്യുന്നു, ബാക്കി എല്ലാവരും അവരെയൊക്കെ ഒത്തിരി താഴെയാണ് എന്നുള്ളൊരു രീതിക്കാണ് രണ്ടുപേരും പെരുമാറുന്നത്. രണ്ടുപേർക്കും ഈ ഒരുപോലത്തെ സ്വഭാവം ആയതുകൊണ്ടാവാം ഇവർ രണ്ടുപേരും മാത്രം ഒന്നിച്ചു പോകുന്നത്. എല്ലാവരെയും പുച്ഛിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും രതീഷിന് ഒരു പേടി രണ്ടുപേർക്കും ഉണ്ട്. കാരണം രതീഷ് ഉണ്ടായിരുന്ന ഫസ്റ്റ് വീക്ക് രതീഷിൻ്റെ പെർഫോമൻസ് ഇവർ രണ്ടുപേരും കണ്ടതാണ്. അന്ന് ജാസ്മിൻ പറയുമായിരുന്നു ഇതാണോ കണ്ടൻറ്റ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന ജാസ്മിൻ എന്ന് ഓർക്കണം, ജാസ്മിൻ എന്ത് കണ്ടൻറ്റാണ് അവിടെ ഉണ്ടാക്കുന്നത്? പറയുന്ന ഇവർ രണ്ടുപേരും എന്ത് കണ്ടൻറ്റ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ മറ്റുള്ളവരെ ഇങ്ങനെ പുച്ഛിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് സായിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതാണ്. സായിക്ക് ബോഡി പെയിനാണ്, ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണെന്നാണ് സായി പറയുന്നത്. സഹിക്കാത്ത വേദന ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്നു അത്രയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ പോട്ടെ എന്ന് വെക്കുമായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് ഇനി സായി പുറത്തേക്ക് പോകുമോ എന്നറിയില്ല. ബിഗ് ബോസ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടറിനെ കാണിച്ചു, പക്ഷേ പിന്നീട് കൺഫെഷൻ റൂമിൽ നിന്ന് തിരിച്ചു വിടുകയും ചെയ്തായിരുന്നു. പിന്നെ ജയിൽ നോമിനേഷനിൽ പവർ ടീം നോമിനേറ്റ് ചെയ്തത് ഗബ്രിയെയും ജിൻഡോനെ ആയിരുന്നു. അപ്പോൾ ജിൻഡോനെ
നോമിനേറ്റ് ചെയ്യാനുള്ളൊരു കാരണം പറഞ്ഞത് സായിയുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഒരു ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവർ കാരണമായിട്ട് പറയുന്നത് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗബ്രീനെ കുറിച്ച് പറയുന്നത് കുറച്ചും കൂടി ആക്റ്റീവ് ആകാനാണെന്നാണ് ഗബ്രീനെ കുറിച്ച് നോമിനേറ്റ് ചെയ്തപ്പോൾ കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജയിൽ നോമിനേഷനിൽ വന്നത് ഗബ്രി, ജിൻഡോ, അഭിഷേക്, സിജോ ഇവർ 4 പേരും തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി ടാസ്ക് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. 2 പേര് എന്തായാലും ജയിലിൽ പോവും. പിന്നെ അഭിഷേക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ജയിലിൽ പോകണമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം വന്ന ആ വീക്ക് മാത്രമേ ആൾ ആക്റ്റീവായി ഇരുന്നിട്ടുള്ളൂ. പിന്നീട് ആ ഹൗസിൽ ആൾ ഉണ്ടെന്ന് പോലും തോന്നിയിട്ടില്ല. ടാസ്കിൻ്റെ സമയത്ത് മാത്രമാണ് പിന്നെ ആളെ അധികം കാണുന്നുള്ളൂ. പിന്നെ സിജോ ആണെങ്കിലും വന്ന സമയത്ത് തീപ്പൊരിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു, കാട്ടുതീയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും പിന്നെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ പോകണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നോമിനേഷൻ്റെ ഇടയ്ക്ക് നടന്നൊരു സംഭവം, ഈ ജിൻഡോയും ഗബ്രിയൊക്കെ ആക്റ്റീവായിട്ടുള്ള ഗെയിമേഴ്സ് തന്നെയാണ്. പക്ഷെ പവർ ടീം ഗബ്രീനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഗബ്രിക്ക് മുഖത്ത് ദേഷ്യമൊന്നും കണ്ടില്ല. പക്ഷേ ദേഷ്യം കണ്ടത് ജാസ്മിൻ്റെ മുഖത്തായിരുന്നു. ജാസ്മിന് ഭയങ്കര ദേഷ്യമായിരുന്നു ഗബ്രീനെ നോമിനേറ്റ് ചെയ്തത്. കാരണം ജാസ്മിന് ഗബ്രീനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ മുഖം പ്രത്യേകിച്ച് നമുക്ക് ലൈവിൽ നന്നായിട്ട് കാണാമായിരുന്നു. ഭയങ്കര ദേഷ്യമായിട്ട് പവർ ടീമിനെ നോക്കുന്നതും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് റൂമിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, നിന്നെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് കൂടി കുഴപ്പമാണ്, വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഓരോ കാര്യങ്ങളൊക്കെ. അത് അങ്ങനെ വിടുക, അല്ലാതെ ഇപ്പോൾ വേറെ അതിലൊന്നും പറയാനില്ല. ഈ ഗബ്രിയും ജാസ്മിനും പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് അവിടെ നടക്കുന്നതിൽ. പക്ഷേ ഇവരുടെ ഈ പെരുമാറ്റമാണ് അവർ എല്ലാവരുടെ ഇടയിലും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിലാണെങ്കിലും മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഇവർ തിരിച്ചറിയുന്നില്ല. അത് എന്ന് തിരിച്ചറിയുന്നോ അന്ന് ഇവർ 2 പേരുടെയും ഗെയിം ചേഞ്ച് ആവും എന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സ്വഭാവം കൊണ്ട് മാത്രമാണ് പ്രേക്ഷകർക്കാണെങ്കിലും അവിടെ ഉള്ളവർക്കാണെങ്കിലും മാനസികമായിട്ടൊരു അടുപ്പം ഇവരോട് 2 പേരോടും തോന്നാത്തത്. ഇവർക്ക് 2 പേർക്കും ഒരേ സ്വഭാവമായതുകൊണ്ട് ഇവർ 2 പേരും ഒരുമിച്ച് പോകുന്നു. പക്ഷേ ഇവർ 2 പേരുടെ സ്വഭാവത്തോട് യോജിക്കാത്ത ആളുകളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ പ്രേക്ഷകരും. അതുകൊണ്ടാണ് ഇവർ 2 പേർക്കും ഇത്രയും പ്രേക്ഷകർ ഇത്രയും നെഗറ്റീവായി പറയുന്നതിന് കാരണവും അത് തന്നെയായിരിക്കും. പിന്നെ ടാസ്കിൽ നോക്കുകയാണെങ്കിൽ 2 പേരും ടാസ്കൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ടാസ്ക് മാത്രം ചെയ്യുന്നതല്ലല്ലോ, പേഴ്സണാലിറ്റി കൂടെ നോക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. അപ്പോൾ പിന്നെ ടാസ്ക് കളിക്കുന്നു എന്നുകൊണ്ട് മാത്രം അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു സ്വഭാവം മോശമായ ആൾ വന്ന് ടാസ്കിലെല്ലാം വിജയിച്ചു എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഈ ഷോ ഒന്നും അർത്ഥമാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റിയും ഈ ഷോയിൽ നന്നായി കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സായിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് അറിയിപ്പുണ്ടായി. പിന്നെ പറയാനുള്ളത് ഈ സീസണിലാണ് ഇങ്ങനെ ഒത്തിരി പേര് ഓരോ പ്രശ്നങ്ങളായിട്ടും ഒക്കെ പുറത്തു പോകുന്നത്. ബിഗ് ബോസ് ഷോയിൽ നിന്ന് എലിമിനേറ്റ് ആവാതെ ഹെൽത്ത് ഇഷ്യൂ കാരണം ഓരോരുത്തരും പോകുന്നത് പ്രത്യേകിച്ചും ഈ സീസണിൽ നിന്നാണ്. ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ സായി നന്നായി കളിച്ച് തുടങ്ങിയതാണ്. പക്ഷെ അപ്പോഴേക്കും ആൾക്ക് വയ്യാതായി, ആൾ പുറത്തേക്ക് പോവുകയാണ്. ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നീട് അവിടെ നടന്നത് നമ്മുടെ ശ്രീരേഖയുടെ ഒരു ആക്റ്റാണ്. ശ്രീരേഖ ആദ്യമൊക്കെ നല്ലൊരു ആളായി എനിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് വെറുപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ശ്രീരേഖ വരുന്നത്. ശ്രീരേഖയ്ക്ക് അഭിനയിക്കാനൊക്കെ അറിയാം, പക്ഷെ നന്നായിട്ട് അഭിനയിക്കും. സിബിൻ ഉണ്ടായിരുന്ന സമയത്ത് സിബിനും ശ്രീരേഖയും കൂടി ചെയ്ത ഒരു ആക്ട് നന്നായി വന്നിരുന്നു. പക്ഷേ അതിന് ശേഷം ഓരോ വീക്കെൻഡിലും ലാലേട്ടൻ വരുന്നതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ശ്രീരേഖ ഓരോ ആക്റ്റൊക്കെ അവിടെ നടത്തുന്നുണ്ട്. കാരണം ലാലേട്ടൻ വരുമ്പോൾ അതെടുത്ത് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ ഇന്ന് ശ്രീരേഖ നടത്തിയ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു വെറുക്കുന്ന രീതിയിലായിപ്പോയി. അഭിനയം നല്ലതാണ്, പക്ഷേ ഡെയിലി ഇത് തന്നെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് തോന്നിയിരുന്നു. പിന്നെ നടന്ന ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട ടാസ്ക്കാണ്. അതിൽ ജിൻഡോയും ഗബ്രിയും ഒരു ടീം, അഭിഷേക്, സിജോ ഒരു ടീം, അങ്ങനെയായിരുന്നു നടന്നത്. ഹൗസിൽ എല്ലാവരോടും ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് ടീം തിരിഞ്ഞത്. അപ്പോൾ അതിൽ ജയിച്ചത് ജിൻഡോയും ഗബ്രിയുമാണ്. അതുകൊണ്ട് തന്നെ ജയിലിലേക്ക് പോകുന്നത് അഭിഷേകും സിജോയുമാണ്. ഗെയിം എന്ന് പറയുന്നത് 2 പേര് അപ്പുറത്തിപ്പുറത്ത് നിന്നിട്ട് ഒരു നൂലിലൂടെ ഒരു ബ്രഷ് നീക്കിക്കൊണ്ട് വന്ന് ഒരു ഗ്ലാസ്സിൽ ചാടിക്കുക എന്നുള്ളതായിരുന്നു ഗെയിം. ഇന്നത്തെ ലൈവിൽ ഇതൊക്കെയായിരുന്നു നടന്നത്.